18% GST ഇല്ലേ? GST ഇവിടെ GST എന്താണെന്ന് അറിയോ നിനക്ക്? ജൻഗേറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് പ്രധാനമായും മനസ്സിലായതെന്ന് വെച്ചാൽ പലർക്കും ഈ GST എന്താണ്, ആരൊക്കെയാണ് ഈ GST എടുക്കേണ്ടത്, പിന്നെ ഏത് സ്കീമാണ് ചൂസ് ചെയ്യേണ്ടത്, റെഗുലർ ആണോ കോമ്പോസിഷൻ ആണോ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് ഫീൽഡിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. GST എന്ന് വെച്ചാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. അതായത് സ്പെസിഫൈഡ് ആയിട്ടുള്ള സാധനമോ സേവനമോ നമ്മൾ വാങ്ങുന്ന സമയത്ത് നിശ്ചിതമായ ഒരു തുക നമ്മൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുക നമ്മൾ പോലും അറിയാതെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഈടാക്കുന്നതാണ്. അതായത് ഈ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ഈ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്നും ഒരു ടാക്സ് എമൗണ്ട് ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നതായിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളൊരു ഗുഡ്സ് സപ്ലയർ ആണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 40 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടതാണ്. സർവീസിന്റെ കേസിലാണെങ്കിൽ അത് 20 ലക്ഷം രൂപയുടെ മുകളിലാണ്. കൂടാതെ ഇഷ്ടപ്രകാരം വളരെയായിട്ടും നിങ്ങൾക്ക് GST രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ്. വേറൊരു തരം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ചില സംരംഭങ്ങളും ഉണ്ട്.